ഹലോ ഡിയേഴ്സ്, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടു ഓൺലൈനിൽ. അതിൽ ഒരു യൂട്യൂബ് ചാനലോ എന്തോ ചോദിക്കുന്നു ഒരാളോട്, ഒരു ചെറുപ്പക്കാരനോട്, ഒരു 25-27 വയസ്സുണ്ടാവും. അവനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ പോകുന്നു ലൈഫൊക്കെ. അപ്പോൾ അവൻ പറയുന്ന അവൻ എന്ന് പറയാൻ കാരണം അത്രയും പയ്യനായതുകൊണ്ടാണ് കേട്ടോ. പറയുന്ന മറുപടി, എന്ന് രക്ഷപ്പെടും, നാളെ രക്ഷപ്പെടുമെന്ന് കരുതി ജീവിക്കുകയാണ്. ഒരു രക്ഷപ്പെടലും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. എന്നും രാവിലെ എണീക്കുന്നു, ഉണരുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, രാത്രി കിടന്നുറങ്ങി പോകുന്നു, രാവിലെ എണീക്കുന്നു, വീണ്ടും അതന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇങ്ങനെ യാന്ത്രികമായിട്ട് പോകുന്നു. പിന്നെ ഒരിക്കലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കും, നാളെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കും. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ആൾ ഡെസ്പറേറ്റ് ആയിട്ട് സംസാരിക്കുന്നു. പിന്നെ പറയുന്നത് ഇങ്ങനെ ആഴ്ചയിൽ എപ്പോഴെങ്കിലും ബീച്ചിൽ വന്നിരിക്കുന്നു, അങ്ങനെ കിട്ടിയ കാശ് അങ്ങനെയും പോകുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാവരും അതിൻ്റെ ഇടയിൽ അടിയിലുള്ള കമൻസൊക്കെ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്താ പറയുക, ഭയങ്കര ആജ്ഞാശക്തി, ഇച്ഛാശക്തി, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള മോട്ടിവേഷണൽ കമൻസൊക്കെ കണ്ട്. പക്ഷെ ഞാനത് കണ്ടപ്പോൾ ചിന്തിക്കുന്നത്, ഇവന് രാവിലെ ഉണരാൻ പറ്റുന്നു. അവൻ പറഞ്ഞ കാര്യം, ഉണരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ എത്ര ബ്ലെസ്ഡാണ്, എത്ര ഭാഗ്യവാനാണ്. അവിടുന്ന് കിടക്കുന്ന പായയിൽ നിന്ന്, ബെഡിൽ നിന്ന് പരസഹായമില്ലാതെ എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവൻ എത്ര ബ്ലെസ്ഡാണ്. ആ കാര്യം കൊണ്ട് അവൻ എത്ര ബ്ലെസ്ഡാണ്. അവന് പോവാൻ ഒരു ജോലി ഉണ്ടെങ്കിൽ അവൻ എത്ര ബ്ലെസ്ഡാണ്. ഇത്രയും കാര്യങ്ങൾ എത്തുമ്പോൾ തന്നെ, ആ ഉണരാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അവൻ ലോകത്തിലെ 50% ആൾക്കാരെക്കാളും ഭാഗ്യവാനായി. പരസഹായമില്ലാത്ത എണീക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അവൻ വേറൊരു 50% ആൾക്കാരെക്കാളും രക്ഷപ്പെട്ടവനായി. പോകാനൊരു ജോലി ഉണ്ടെങ്കിൽ അവൻ എത്രയോ അനേകം ആൾക്കാരെക്കാളും രക്ഷപ്പെട്ടവനായി. അങ്ങനെ ആ ജോലിക്ക് പോകുന്നു, അവന് പണം സമ്പാദിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ രാത്രി അവൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, സ്വന്തം വീട്ടിലേക്ക് അവൻ എത്തുന്നുണ്ടെങ്കിൽ അവൻ എത്രയെത്ര ആൾക്കാരെക്കാളും അവൻ ഭാഗ്യവാനായി. അതേ വീട്ടിൽ അവൻ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് അവൻ പറയുന്നു രാത്രി. ആ വാക്കുകളിൽ മനസ്സിലാവുന്നു. അങ്ങനെ സ്വസ്ഥമായിട്ടൊരു ഗുഡ് നൈറ്റ് സ്ലീപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അവൻ എത്ര ഭാഗ്യവാനായി. അങ്ങനെ അവന്, ആ സുഹൃത്തിന്, സഹോദരന്, അനിയന് എത്രയെത്ര ഭാഗ്യങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതൽ കിട്ടണം, മോഹിക്കാം, ആഗ്രഹിക്കാം, ചിന്തിക്കാം, അതിനുവേണ്ടി പണിയെടുക്കാം. പക്ഷേ അവനവന് കിട്ടിയിട്ടുള്ള, നൽകപ്പെട്ടിട്ടുള്ള, നേടിയിട്ടുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ ആ ഒരു സംതൃപ്തിയിൽ വേണം മുന്നോട്ടുള്ള ഇനിയും ഉയർന്ന ലക്ഷ്യങ്ങൾ സ്വന്തമാക്കാൻ. ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിലുള്ള രക്ഷപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാൾ, ഫോർ എക്സാമ്പിൾ MA യൂസഫായി അല്ലെങ്കിൽ രവി പിള്ള, ഇങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവരൊക്കെയാണ് രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവർ കൂട്ടത്തിൽ അവർ വിടുന്നതായിരിക്കാം. പക്ഷെ അവരും എന്താണ്, ഈ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ വെറുതെ ഇരിക്കുകയാണോ? എന്താണ് രക്ഷപ്പെടലിൻ്റെ അളവ് പോലെ? അവർക്ക് ജോലിക്ക് പോകുന്നില്ലേ? ആരായാലും ഈ സഹോദരൻ ബൈക്കിൽ പോകുന്ന സ്ഥലത്ത് യാത്രകളാണെങ്കിൽ ഇവർക്ക് വിമാനത്തിലായിരിക്കും ഉണ്ടാവുക. ഇവർക്ക് ആയിരങ്ങളുടെ കണക്കാണെങ്കിൽ അവർക്ക് ലക്ഷങ്ങളുടെ കണക്കായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ടത് വളരെ വളരെ പോസിറ്റീവായിട്ടാണ്. അപ്പോൾ കൂടുതൽ മെച്ചപ്പെടണമെന്ന് എല്ലാവർക്കും ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം, അങ്ങനെ അതിന് റിസൾട്ട് ഉണ്ടാവട്ടെ. പക്ഷേ അവനവൻ അനുഭവിക്കുന്ന ആ ഒരു സാഹചര്യം ആസ്വദിക്കാനും കൂടെ എല്ലാവർക്കും പറ്റണം. അതിന് സാധിക്കട്ടെ. എന്നിട്ട് മുന്നോട്ട് കുതിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. ഹാവ് എ നൈസ് ഡേ.